ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രോസ് പീസ് കട്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ക്രോസ് പീസിനെ പറ്റിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് ക്ലോത്ത് ഉള്ളതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ചില സമയത്ത് നമുക്കധികം ക്ലോത്ത് ബാക്കി ഉണ്ടാവില്ല. ഇതുപോലൊരു ചെറിയൊരു പീസൊക്കെയാണ് നമുക്ക് ബാലൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ചെറിയ പീസസ് അല്ലേ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടുന്ന സമയത്ത് ഇതിന് മുഴുവനായിട്ട് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഇത് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പീസിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കാൻ പോവാണ് സെൻറ്ററിൽ കൂടെ. എന്നിട്ട് ആ ഒരു ലൈന് കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ 2 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നമുക്ക് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബറാണ് റുബീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്തയുണ്ട്. അപ്പോൾ ഇത്ത ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയുടെ 2 മോട്ടീവ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആൾ കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചുമാണ് മോട്ടീഫിൽ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വീഡിയോയുടെ ഇടയിലൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ, മോട്ടീഫുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വീണ വിഷ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേജ് ഉണ്ട്. അതിലൊന്ന് DM ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ വീഡിയോയുടെ ഇടയിലായിട്ട് നമുക്കിത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ആ 2 പീസിനെ ഇതേപോലെ വയ്ക്കാം. കട്ട് ചെയ്ത പീസിനെ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്ക്വയർ പീസ് എടുത്തേ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് അതിനെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി സ്റ്റിച്ച് ചെയ്തതിന് ഇതുപോലെ ഓപ്പൺ ചെയ്യാണ്, കണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിൽ എത്ര വീതിയിലാണോ നമുക്ക് ക്രോസ് പീസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 3 ക്രോസ് പീസായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതിനെ മടക്കാൻ പോവാണ്. അപ്പോൾ ഈ ഭാഗമാണ് കുറച്ച് കൺഫ്യൂഷൻ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പോയിൻറ്റിനെ ആ ഒരു ലൈനിൻ്റെ ആ ഒരു എൻഡിലേക്ക് ഇതേപോലെ മടക്കി വയ്ക്കാം. ഓക്കെ, പിന്നെ ഈ ബാലൻസുള്ള ഈ ഒരു ഭാഗമില്ലേ അതിനെയാണ് നമ്മൾ വെക്കേണ്ടത്. അതിനിങ്ങനെ ബാക്കോട്ട് കൊണ്ടുവന്നിട്ട് ആ താഴ്ഭാഗത്ത് ആ ഒരു ഇതില്ലേ നോക്കാം കേട്ടോ. ആ താഴ്ഭാഗത്ത് ആ ഒരു പോയിൻ്റ് അത് മക്കി ഇതുപോലെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലുള്ളൊരു സംഭവം 2 എണ്ണം കിട്ടും. ഇപ്പോൾ ചുളിഞ്ഞൊക്കെ ഇരിക്കണമെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുത്തോളൂ കേട്ടോ. ഇതേപോലെ കിട്ടും, കണ്ടോ. 2 ത്രികോണം ആയിട്ടുണ്ടോയെന്ന് നിങ്ങൾ നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു മടക്കുന്ന പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ടഫല്ലേ, ഇനിയിപ്പോൾ ഇത് മടക്കണ്ടേ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തുണിയുള്ള സമയങ്ങളിലൊക്കെ ചെറിയൊരു ക്ലോത്തൊക്കെ ബാലൻസ് കിട്ടുന്ന സമയത്ത് നമുക്കിത് യൂസ്ഫുള്ളാണ് കേട്ടോ. അതായത് ഇപ്പോൾ വലുതാണ്, ഇപ്പോൾ കൈയൊക്കെ കിടക്കും എൻ്റെ. ഇനി ഇതേപോലെ തിരിച്ചെടുക്കുക. തിരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ലൈൻ ഇട്ടിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ നോക്കിയിട്ട് വേണം നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെടുത്ത ചെറിയ പീസല്ല, നല്ല നീളത്തിൽ നമുക്ക് 2 നെക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് ഇതിൽ ക്രോസ് പീസ് കിട്ടും. കണ്ടോ, നല്ല നീളത്തിൽ നമുക്ക് ആ ഒരു മൊത്തം പീസിനെ യൂട്ടിലൈസ് ചെയ്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4ആയിട്ട് മടക്കുകയാണെങ്കിൽ ഇത്രയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് പറയാം. ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതിനും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.